ഇതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾ വേങ്ങരക്കാരുടെ പൊട്ടന്മാരാ. ചിരി വരിക. ഇതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾ വേങ്ങരക്കാരുടെ പൊട്ടന്മാരാ. ചിരി വരിക. I now invite Sri K.M. Shaji, Minister Designate, to take the oath of office and oath of office. K.M. ഷാജി എന്ന ഞാൻ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ K.M. ഷാജി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വേങ്ങര MLA K.M. ഷാജി കേരളത്തിന്റെ മന്ത്രിയായി അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. നിയമസഭയിലേക്ക് ഇത് 3ാം തവണയാണ് ഷാജി എത്തുന്നത്. മന്ത്രിസഭയിലേക്ക് ആദ്യവും. ഈ മന്ത്രിസഭയിലെ മറ്റൊരു പുതുമുഖം K.M. ഷാജി അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. കണിയാമ്പറ്റ പഞ്ചായത്തിൽ 1997 പഞ്ചായത്ത് പ്രസിഡന്റായാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. 2006 വേങ്ങരയിലെ സഭാഹ് സ്ക്വയറിന് മുന്നിൽ രാവിലെ തന്നെ ഒരു ചെങ്ങാതിയെ കണ്ടെത്തിയിട്ട് ആളുകളെല്ലാം കൂടിയിട്ട് പിടിച്ചു കൊണ്ടുപോയി കുതിരവട്ടത്തെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വേറൊന്നല്ല, രാവിലെ എല്ലാവരും അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ സ്ക്വയറിന് മുന്നിൽ ഒരു ചെങ്ങായി, ഒരു പോയത്തക്കാരൻ. ആ പോയത്തക്കാരൻ ഇതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങളെന്താ പൊട്ടന്മാരെ, ഇതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങളെന്താ പൊട്ടന്മാരെ, ഇതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങളെന്താ പൊട്ടന്മാരെ, ഇതെന്നെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ ആൾക്കാർക്ക് ആദ്യ കാഴ്ചയിൽ എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. പിന്നെ ഇത് തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ പിടുത്തം കിട്ടി, എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. എന്താണെങ്കിലും ആളെ കുതിരവട്ടത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങളും ചിന്തിച്ചു നോക്കി സഹോദരങ്ങളെ. ഗാനമേള വെച്ചിട്ട് കുന്നും പുറത്ത് കയറിയിട്ട് അതിങ്ങനെ ഒരു നിപ്പാ. അപ്പോ പോയത്തക്കാരൻ ബാക്കിൽ ക്യാമറമാനെ സെറ്റാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ ക്യാമറമാൻ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ട് നിയമസഭയിലെ കസേര സ്വപ്നം കണ്ടാലേ എടോ, ഈ ജനത എന്ന് പറയുന്നത് അവര് ഫുട്ബോൾ ടൂർണമെന്റ് വെച്ചാൽ അവരുണ്ടാവും. അവിടെ രാഷ്ട്രീയം നോക്കിയിട്ട്, മതം നോക്കിയിട്ട്, ജാതി നോക്കിയിട്ട് ഇതൊന്നല്ല ഫുട്ബോൾ ടൂർണമെന്റിന് ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നത്. അത് മലപ്പുറത്താകുമ്പോൾ എവിടെ ടൂർണമെന്റ് വെച്ചാലും ടൂർണമെന്റ് വേണ്ടടോ, റോട്ടുമ പന്ത് വരണ്ടാ മതി, അവിടെ ആള് കൂടും. അതാണ് മലപ്പുറം എന്ന് പറയുന്നത്. ആ മലപ്പുറത്ത് ഫുട്ബോൾ ടൂർണമെന്റ് വെച്ചിട്ട് അതിൽ കാണാൻ വരുന്ന കാണികളെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് വെള്ളം ഇറക്കിയിട്ടുണ്ട വല്ല കാര്യമുണ്ടോ? ഇതുപോലെ തന്നെയാണ് മലപ്പുറത്ത് ഗാനമേള, ഉത്സവം, ഫുട്ബോൾ ടൂർണമെന്റ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് മലപ്പുറത്ത് ആളുണ്ടാവും, അതിനാള് വരും. അത് ജാതി നോക്കിയിട്ട്, മതം നോക്കിയിട്ട്, പാർട്ടി നോക്കിയിട്ട്, വെക്കുന്നോനെ ഏത് പാർട്ടിക്കാരനാ നോക്കിയിട്ട് ഇതൊന്നല്ല. അത് മലപ്പുറത്തിന്റെ ഒരു വികാര, അതിനാള് കൂടും. അപ്പൊ അത് നോക്കിയിട്ട് ആ വരുന്ന ആളെ കണ്ടിട്ട്
തിരിഞ്ഞും മറിഞ്ഞും കൈ കെട്ടിയും കാല് കെട്ടിയും കൈ കെട്ടാതെയും തലക്ക് കൈവച്ചും ഒക്കെ നിന്നിട്ട് നിയമസഭയിലെ കസേര സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ പോയത്തക്കാരൻ എന്നല്ലാതെ പിന്നെ നമ്മൾ ഓൻ എന്താ വിളിക്കേണ്ടത്? പോയത്തക്കാരനല്ലാണ്ട് പിന്നെ ഓനെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? വേങ്ങരയിലെ ജനം പൊട്ടന്മാരല്ലടോ. വേങ്ങരയിലെ ജനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അങ്ങേ അറ്റമാണത്. ആ ജനതയുടെ രാഷ്ട്രീയ ചിന്താഗതിയെ, അവരുടെ രാഷ്ട്രീയ ബോധത്തെ ഫുട്ബോൾ ടൂർണമെന്റ് കൊണ്ടും ഗാനമേള കൊണ്ടും വിലക്ക് വാങ്ങാൻ പറ്റൂല. മനസ്സിലായില്ലേ? അത് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അങ്ങേ അറ്റമാ. രാഷ്ട്രീയം എന്താണ്, അരാഷ്ട്രീയം എന്താണ്, എന്താണ് കക്ഷി രാഷ്ട്രീയം, എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ, ഏതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്നതിനെക്കുറിച്ചും, അതിനപ്പുറം ഫുട്ബോൾ എന്ന വികാരത്തെക്കുറിച്ചും, അതിനപ്പുറം ഗാനമേള എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഇവന്റിനെ കുറിച്ചുമൊക്കെ നല്ല ബോധമുള്ള നാട്ടുകാരാ വേങ്ങരക്കാര്. മനസ്സിലായില്ലേ? ആ വേങ്ങര എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ ബോധത്തിന്റെ അടിത്തറയാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. KM ഷാജിയെ തോൽപ്പിക്കാൻ SDPI-കാരനുണ്ട്, RSS-കാരനുണ്ട്, സഖാക്കളുണ്ട്, എന്ന് വേണ്ട എല്ലാവരും കച്ചകെട്ടി ഇറങ്ങിയതാണ് വേങ്ങരയുടെ മണ്ണിൽ. ആ വേങ്ങരയുടെ മണ്ണിൽ എന്നിട്ടൊരു ഗാനമേള വെച്ചിട്ട് ആ ഗാനമേളയിൽ പോയി നിന്നിട്ട് അതും നോക്കി നിന്നിട്ട് ഞാൻ നിയമസഭയിലേക്ക് പോകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ പോയത്തക്കാരൻ. കാരണം രാഷ്ട്രീയം എന്താണെന്നറിയാത്ത പോയത്തക്കാരൻ. അതാണ് ഈ പറയുന്ന വ്യക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ, അരാഷ്ട്രീയത അരങ്ങുക എന്ന മണ്ഡലമാണ് ഈ കേരള തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പില് അരാഷ്ട്രീയത അരങ്ങുവാണ വേറൊരു മണ്ഡലം 140-ൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാ ഉത്തരം. അരാഷ്ട്രീയത കൊടികുത്തി വാണ മണ്ണാണ് വേങ്ങര. ആ വേങ്ങരയുടെ മണ്ണില് വേണ്ടതൊക്കെ ചെയ്തു നോക്കി ഈ പറയുന്ന സബാഹ് കുണ്ടുപുഴക്കൽ. സബാഹ് 2021 തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിന് വേങ്ങരയില്. 2021 തെരഞ്ഞെടുപ്പില് 2021 തെരഞ്ഞെടുപ്പില് വേങ്ങരയിൽ മത്സരിച്ചിട്ട് ഈ സബാഹ് കുണ്ടുപുഴക്കൽ അന്ന് SDPI-യുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാ. SDPI സ്ഥാനാർത്ഥി. മനസ്സിലായില്ലേ? അതേ സബാഹ് 2026 ആയപ്പോ LDF സ്ഥാനാർത്ഥിയായി. ചിഹ്നം അന്നും കത്രിക, 2026-ലും കത്രിക. 2026-ൽ LDF-ന് വേറെ അല്ല, SDPI-ക്ക് വേറെ സ്ഥാനാർത്ഥി ഉണ്ടോ വേങ്ങരയില്? ഇല്ല താനും. അപ്പോ SDPI-കാരന്, RSS-കാരന്, സഖാക്കള് എല്ലാവരും കച്ചകെട്ടി ഇറങ്ങിയതാ KM ഷാജിയെ തോൽപ്പിക്കാൻ. അവിടെ KM ഷാജി എന്നുള്ളതല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അത് ലീഗിന്റെ കോട്ടയാണ് എന്നുള്ളതാ. ലീഗിന്റെ കോട്ടയാ. ഇത്തവണ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വേങ്ങരയിലേക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പകരം പാണക്കാട്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത് KM ഷാജിയാ. അതിനിപ്പോൾ KM ഷാജി അല്ല, ലീഗ് മറ്റാരെ പ്രഖ്യാപിച്ചാലും ഇതേ ഇമ്പാക്റ്റ് തന്നെ ആ മണ്ണിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് അവിടെ മുസ്ലിം ലീഗുകാരൻ വോട്ട് ചെയ്യാൻ ബൂത്തിൽ കയറുമ്പോൾ ആ EVM മെഷീനിൽ നിൽക്കുന്ന ആ ബട്ടൺ ഇപ്പുറത്തുള്ള കള്ളിയിൽ അവിടെ ചിഹ്നം ഏതാണെന്നാ നോക്കണേ. അതിനുമപ്പുറമുള്ള കള്ളിയിൽ പേരുകൾ ഉണ്ടാകും. ആ കള്ളിയിലുള്ള പേരല്ല നോക്കുന്നത്, മറിച്ച് അതിനിപ്പുറത്തുള്ള കള്ളിയിലുള്ള ചിഹ്നം, ആ ചിഹ്നം കോണി അടയാളം തന്നെയാണോ എന്നാണ് നോക്കുന്നത്. അത് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ KM ഷാജി ഈ പറയുന്ന വേങ്ങരയുടെ മണ്ണിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അവിടെ ഞാൻ വലിയ കച്ചവടക്കാരനാണ്, എനിക്ക് വേങ്ങരയിൽ സ്ക്വയർ ഉണ്ട്, എനിക്ക് വേങ്ങരയിൽ ബിസിനസ് ഉണ്ട്, ഞാൻ ഗാനമേള നടത്തിയിട്ടുണ്ട്, ഞാൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും വില പോകുന്ന കാര്യമല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. വേങ്ങരയിൽ നിന്ന് KM ഷാജി മത്സരിച്ച് വിജയിച്ച് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി കോണി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച്
കേരളത്തിൻ്റെ നിയമസഭയിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയ മന്ത്രിസഭയിൽ ഇന്ന് KM ഷാജി ക്യാബിനറ്റ് മന്ത്രിയാ. ആ മന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞയുടെ ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ KM ഷാജിയെ വിജയിപ്പിക്കാൻ ഞങ്ങളെന്താ പൊട്ടന്മാരാ? എടോ, നിന്നെ വിജയിപ്പിച്ചാലാണ് വേങ്ങരക്കാർ പൊട്ടന്മാരാകുമായിരുന്നു. സബാഹിനെ വിജയിപ്പിച്ചാൽ വേങ്ങരക്കാർ പൊട്ടന്മാരാകുമായിരുന്നു. അവർ രാഷ്ട്രീയമില്ലാത്തവരാകുമായിരുന്നു. അവർ അരാഷ്ട്രീയവാദികളായി മാറുമായിരുന്നു. കാരണം സബാഹ് കുണ്ടുപുഴക്കൽ എന്ന് പറയുന്ന വ്യക്തിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. തോന്നുംപടി SDPIയുടെ ഭാഗമായവൻ, CPMന്റെ ഭാഗമാകുന്നവൻ, LDFന്റെ അധികാരത്തിന് വേണ്ടി പണമുണ്ട്, ബിസിനസ്സുണ്ട്, സ്ക്വയറുണ്ട്, ഒക്കെയുണ്ട്. ഇനി വേണ്ടതെന്താ? അധികാരമാ. ആ അധികാരത്തിന് വേണ്ടി അരാഷ്ട്രീയതയുടെ വക്താവായിട്ട് വേങ്ങരയുടെ മണ്ണിൽ വന്നിറങ്ങിയ സബാഹിന് കിട്ടിയത് മുഖത്തടിച്ച അടിയ. 30,000-ലേറെ വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സബാഹ് കുണ്ടുപുഴക്കലിനെ പരാജയപ്പെടുത്തിയ KM ഷാജി ഇന്ന് കേരളത്തിന്റെ VD സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിയാ. സ്വാഭാവികമായിട്ടും സബാഹിന് കുരുപൊട്ടും, സബാഹിന് ചിരി വരും. അത് സ്വബോധത്തിൽ നിന്നുള്ള ചിരിയല്ല, അത് പോയത്തക്കാരന് ഭ്രാന്ത് പിടിച്ചതിൻ്റെ ചിരിയാ. പിരാന്തനായതിൻ്റെ ചിരിയാണ് പോയത്തക്കാരന്. ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യാനെന്ന്. കാരണം ചില്ലറ പൈസയൊന്നല്ല ഇറക്കിയത്. ആ വേങ്ങരയില് CPIയുടെ സീറ്റായിരുന്നു വേങ്ങര, അല്ലേ? CPIക്കാരൻ മത്സരിച്ച സീറ്റായിരുന്നു വേങ്ങര എന്ന് പറയുന്നത്. ആ CPIയുടെ സീറ്റ് സബാഹ് കുണ്ടുപുഴക്കലിനെ മുൻനിർത്തി CPIയിൽ നിന്നും വാങ്ങിയെടുത്തിട്ട് അവിടെ ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി, സ്വതന്ത്രനാണല്ലോ. മലപ്പുറത്ത് പിന്നെ മൊത്തത്തിൽ അങ്ങനെയാണ്, മലപ്പുറത്ത് സ്വതന്ത്രനാണ്. അപ്പോൾ ആ വേങ്ങരയില് ഷാജി വിജയിച്ചു കയറി എന്ന് മാത്രമല്ല, വേങ്ങരയിലെ ജനം അവരുടെ രാഷ്ട്രീയ ബോധത്തെ ഒരു സ്ക്വയറിന് മുന്നിലും, ഒരു ഫുട്ബോൾ ടൂർണമെന്റിന് മുന്നിലും, ഒരു ഗാനമേളക്ക് മുന്നിലും, ഒരു പണത്തിന് മുന്നിലും അവരുടെ രാഷ്ട്രീയ ബോധത്തെ അവർ അടിയറ വെച്ചില്ല എന്നുള്ളതാണ്. അതാണ് വേങ്ങര എന്ന് പറയുന്നത്. ആ ഷാജി ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിസഭയിലേക്ക് നടന്നു കയറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം അത് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തേണ്ടത്. ബിസിനസ് ചെയ്ത് സ്ക്വയർ ഉണ്ടാക്കി, ലാഭമുണ്ടാക്കി, അതിലൂടെ 4 ആൾ പരിചയം ഉണ്ടാക്കി, ആ പരിചയം അധികാര കസേരക്ക് വേണ്ടി ഉപയോഗിക്കുക, അതല്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർത്തും അത് രാഷ്ട്രീയ ബോധമാണ്. ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ സബാഹ് കുണ്ടുപുഴക്കൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ സബാഹ് കുണ്ടുപുഴക്കൽ ഒരു മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് സഖാവായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാകണമായിരുന്നു. ഇനി സബാഹ് നാളുകളിൽ ധൈര്യമുണ്ടെങ്കിൽ വേങ്ങരയുടെ മണ്ണിൽ ഈ പറയുന്ന CPMന്റെ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ സബാഹിനെ കുണ്ടിയിൽ തീട്ടുണ്ടോന്നാ ചോദ്യം. ധൈര്യമുണ്ടോ എന്ന്. കാരണം അത് ഉണ്ടാകില്ല. എന്താ കാരണം എന്നറിയോ? സബാഹിനറിയാം. ആ ഇതേ സബാഹ് ഗാനമേള നടത്തി, ഫുട്ബോൾ ടൂർണമെന്റ് വെച്ച് മലപ്പുറത്തിന്റെ മണ്ണിൽ, വേങ്ങരയുടെ മണ്ണിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടില്ല എന്നുള്ളത് സബാഹിന് നല്ല ബോധ്യമുള്ളതാ. അതുകൊണ്ട് തന്നെയാണ് സബാഹ് SDPIക്കാരൻ CPMകാരനായി മാറുന്നു, CPM പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറിയത്. എന്തായാലും വേങ്ങരക്കാരെ, നിങ്ങൾക്ക് തെറ്റിയില്ല. നിങ്ങളുടെ ജനപ്രതിനിധി ഇന്ന് കേരളത്തിൻ്റെ നിലപാടുകളുടെ രാജകുമാരൻ VD സതീശന്റെ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. അയാളുടെ സത്യപ്രതിജ്ഞയാണ് നിങ്ങൾ കണ്ടത്. സ്വാഭാവികമായിട്ടും പിരാന്തളകും. പോയത്തക്കാരന്മാർക്കെല്ലാം പിരാന്തളകും. പോയ കാശിന്, ചെലവാക്കിയ കായ്ക്ക് വല്ല കണക്കുണ്ടോ? ഒരു കണക്കുമില്ല. പോയത് മിച്ചം. തിരിച്ചു പിടിക്കാൻ വല്ല വഴിയുണ്ടോ? ഒരു വഴിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.